2016-2019 കാലത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു MV ജയരാജൻ എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള CPMൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ്. അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള ജയരാജന്മാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. ആ സമയത്ത് അദ്ദേഹം പിണറായി വിജയൻ്റെ വളരെ അടുത്ത സെക്രട്ടറി ആയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതിനുശേഷം അദ്ദേഹം കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായി കുറച്ച് കാലം പ്രവർത്തിച്ചു. ഇപ്പോൾ കണ്ണൂരത്തെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് KK രാഗേഷാണ്. ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞത് അദ്ദേഹം പിണറായി വിജയനുമായും അതുപോലെ ഉന്നത നേതൃത്വവുമൊക്കെയും വലിയ അടുപ്പമുള്ള ആളാണ്. കൂടാതെ അദ്ദേഹം അഴിമതിയുടെ കറപുരളാത്ത ഒരാളാണ് എന്നുള്ളതാണ് പൊതുവെ കേട്ടിട്ടുള്ളത്. അദ്ദേഹം സാധാരണ ബസ്സുകളിലൊക്കെ തന്നെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള MV ജയരാജൻ വളരെ പാർട്ടിയെക്കുറിച്ചും പാർട്ടി നയങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായി കാഴ്ചപ്പാടുള്ള ഒരാളാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കണ്ണൂരുള്ള ഒരു പ്രാദേശിക ചാനലിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ആ പരാമർശങ്ങൾ ഇപ്പോൾ വലിയ വിവാദമായി. യഥാർത്ഥത്തിൽ ഇപ്പം അത്തരത്തിലുള്ള ഒരു പരാമർശത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ഏതാണ്ട് 40 ദിവസം 45 ദിവസം കഴിയുമ്പോൾ തന്നെ VD സതീശൻ ഗവൺമെൻറ് വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയമാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ വിഴിഞ്ഞവും അദാനിയും അതുപോലെ തന്നെ ബക്കാഡിയും ഒക്കെ അദ്ദേഹത്തെ ചുറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷെ അപ്പോഴാണ് ഒരു സെൽഫ് ഗോൾ അടിക്കുന്ന ലെവലിൽ ഒരു പ്രസ്താവന MV ജയരാജൻ നടത്തിയത്. നടത്തിയതും കുഴപ്പമില്ല. പക്ഷേ അതിനുശേഷം ഗോവിന്ദൻ മാഷ് എടുത്തിട്ടുള്ള പ്രസ്താവനയും പാർട്ടിയും വലിയ തോതിൽ കേരളം ചർച്ച ചെയ്തു. ആ പ്രസ്താവന അദ്ദേഹം നടത്തിയത് നമുക്കറിയാം. TK ഗോവിന്ദനും അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണനും ഒക്കെ തന്നെ പല വിമതന്മാരായിട്ടുള്ള ആളുകൾ, ഡിസിഡൻസ് ആയിട്ടുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണയോടുകൂടി CPMലുണ്ടായിരുന്ന ആളുകൾ ജയിച്ചു വന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൽ നമുക്ക് G സുധാകരൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു വിജയങ്ങൾ അവർക്കുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യത്തിന് ഈ MV ജയരാജൻ മറുപടി പറഞ്ഞത് അവർക്ക് തെറ്റുകൾ തിരുത്തി അവർക്ക് പാർട്ടിയിലേക്ക് തിരികെ വരാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആ തെറ്റുകൾ തിരുത്തി പാർട്ടിയിലേക്ക് തിരികെ വരാം എന്നുള്ളത് പറയുന്നത് കൂടാതെ അദ്ദേഹം മറ്റ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹത്തിനത് പറയേണ്ടി വന്നത്. അതുകൊണ്ട് അതത്ര വലിയ ഗൗരവമുള്ള കാര്യമല്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറയുന്നത് PM ശ്രീ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് എന്താണ് അവരുടെ നിലപാട്, SIR നടപ്പിലാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഈ കീ പോസ്റ്റുകളിൽ വെക്കുന്നതിനെക്കുറിച്ച് എന്താണ് നിലപാട്, അതുപോലെ വിഴിഞ്ഞം പോർട്ടും അദാനിയുമായിട്ട് എന്താണ് നിലപാട് എന്നുള്ളതൊക്കെ തന്നെ അവർ തുറന്നു പറയണം. അങ്ങനെ അവർക്ക് വേഗണമെങ്കിൽ പാർട്ടിയിലേക്ക് തിരികെ വരാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയും ഔദ്യോഗികമായി CPMൻ്റെ കാര്യങ്ങൾ പറയാൻ അധികാരപ്പെട്ട ആളുമായിട്ടുള്ള നമ്മുടെ ഗോവിന്ദൻ മാഷ് അദ്ദേഹം വന്നിട്ട് അങ്ങനെയല്ല, അവരെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, അവർ വർഗവഞ്ചകരാണ് എന്നുള്ളത് കൂടി പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട്. ഈ വർഗവഞ്ചകർ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ തന്നെ പാർട്ടി ഉപേക്ഷിക്കണമെന്നാണ്. അതിൻ്റെ വലിയ ചരിത്രമൊക്കെ ഉണ്ട്. അത് ലെനിനും അതുപോലെ തന്നെ മറ്റ് നേതാക്കളുമായിട്ടുണ്ടായ പ്രശ്നങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കൊണ്ടുവന്ന വാക്കുകളൊക്കെയാണ്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തീർത്തും അനാവശ്യമായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു വലിയ തോതിൽ അറ്റാക്കിംഗ് മോഡിൽ നിൽക്കുന്ന, ആക്രമണോത്സുകതയിൽ നിൽക്കുന്ന, വലിയ പരുങ്ങലിലായി നിൽക്കുന്ന VD സതീശൻ ഗവൺമെൻറ്റിനെയും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന മാധ്യമങ്ങളെയും ഒക്കെ തന്നെ ട്വിസ്റ്റ് ചെയ്യിക്കാനുള്ള ഒരു വാർത്തയായി ഇത് മാറി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതിനെതിരെ TK ഗോവിന്ദനൊക്കെ തന്നെ മറുപടി പറഞ്ഞു, കുഞ്ഞികൃഷ്ണനൊക്കെ തന്നെ മറുപടി പറഞ്ഞു. അവർ പറഞ്ഞത് തെറ്റുകൾ പറ്റിയത് പാർട്ടിക്കാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പാർട്ടിയാണ് തിരുത്തേണ്ടത്, അല്ലാതെ ഞങ്ങളല്ല. ഇനി ഞങ്ങൾ തിരുത്തണമെങ്കിൽ എന്താണ് തിരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് പറയൂ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറയാനും ഇത് കൂടുതൽ ചർച്ചയാകാനും ഒക്കെ ഒരു സാഹചര്യം ഒരുങ്ങി. കൂടാതെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇപ്പോൾ G സുധാകരനും വന്ന് അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഗോവിന്ദൻ മാഷടക്കമുള്ള ആളുകളാണ് വർഗവഞ്ചകർ, കാരണം അവർ തൊഴിലാളികളെ വഞ്ചിച്ചവരാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഡിബേറ്റിന് കേരളത്തിൽ സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ ആരാണ് തിരുത്തേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമാണ്. ആ തിരുത്തേണ്ടത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ തന്നെ, ഇത് കേൾക്കുന്ന ആളുകളൊക്കെ തന്നെ ഒന്ന് ആലോചിക്കണം.
പാർട്ടി തിരുത്തേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ വിചാരിക്കുന്നത് പാർട്ടി കൃത്യമായിട്ടുള്ള ക്ലാസും അതുപോലെ തന്നെ അവബോധവും പാർട്ടി പരിപാടിയൊന്നും വിശദീകരിച്ച് കൃത്യമായി താഴെത്തട്ടിലേക്ക് കൊടുത്തില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിലുണ്ടാകുന്ന അപഭ്രംശങ്ങളെ, പലപ്പോഴും വലതുപക്ഷ വ്യതിയാനങ്ങളെ, ചില സുഖലോലുപതകളിൽ തൽപരരായിട്ടുള്ള നേതാക്കന്മാരെ ഒന്നും തിരുത്താൻ, പ്രത്യേകിച്ചും ഇടത്തട്ടിലുള്ള നേതാക്കന്മാരെ തിരുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തേത്, പാർട്ടിക്ക് ഒരു തെറ്റും പറ്റാത്ത പാർട്ടിയിലെ പാർട്ടിക്ക് നിരവധി തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്ന അവസ്ഥ എന്താണ്? PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതി എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് ചോദിക്കുമ്പോൾ അത് CJPയും BJPയുമായിട്ട് ബന്ധമുണ്ടായതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മുസ്ലിം മത ന്യൂനപക്ഷത്തിലെ ആളുകളെയൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാരാണ്? ആ തെറ്റിദ്ധരിപ്പിച്ചത് വളരെ കൃത്യമായി ഇപ്പോൾ ഷംസുദ്ദീൻ തന്നെ വന്നിട്ട് നിയമസഭയിൽ വന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അദ്ദേഹം പറയുന്നത് ഇത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഒപ്പിടേണ്ടി വരുമായിരുന്നു, കാരണം നിർബന്ധിതരായതാണ്. അത് 2000 കോടി രൂപയോളം വരുന്ന പണം നമുക്ക് കിട്ടാനുണ്ടായിരുന്നു, വലിയ പണഞ്ഞെരുക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തന്നെ ഒപ്പിടാൻ നിർബന്ധിതരായതാണ് എന്നാണ് അദ്ദേഹം പോലും പറഞ്ഞിട്ടുള്ളത്. ആര്? മുസ്ലിം ലീഗിൻ്റെ നേതാവ് പോലും പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം അവർക്ക് തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു അഭ്യാസമായിട്ട് നമുക്ക് കണക്കൂട്ടാം. പക്ഷേ എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ അവരത് പറഞ്ഞിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, അദാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അദാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഏതാണ്ട് 100 കണക്കിന് വലിയ തോതിലുള്ള പരാതികൾ, ഈ പോലെ ചട്ടലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ട് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുറമുഖ വകുപ്പും അതിൻ്റെ സെക്രട്ടറി ആയിരുന്ന അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ദിവ്യ സയ്യരുമൊക്കെ തന്നെ നിരവധി തവണ അവർക്ക് കത്തെഴുതുകയും അവരുടെ എക്സ്പ്ലനേഷൻസിന് പോലും അത് പോരാ, നിങ്ങൾ ഇനി മുതൽ അത് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്ന നിരവധി ഇടപെടലുകൾ ഈ സംസ്ഥാനത്തെ താല്പര്യം മുൻഗണിച്ചുകൊണ്ട്, പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ താല്പര്യം മുൻഗണനയിലെടുത്തുകൊണ്ട് അവർ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം പുറത്തേക്ക് വരുമ്പോൾ തൊട്ടപ്പുറത്ത് VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംഭവിക്കുന്നത് അദാനിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഈ കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ TK ഗോവിന്ദൻ മാഷക്കും അതുപോലെ G സുധാകരനുമൊക്കെയുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളത് പാർട്ടി ചോദിച്ചിരുന്നുവെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ തെറ്റുകൾ തിരുത്തി ഞങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിലൊന്നും തെറ്റില്ല. പക്ഷെ അതങ്ങനെയല്ല ഈ പറയുന്ന നമ്മുടെ ഇവിടുത്തെ ഏഷ്യാനെറ്റും അതുപോലെ മീഡിയ വണ്ണും മറ്റു മാധ്യമങ്ങളുമൊക്കെ വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ MP ജയരാജൻ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് PM ശ്രീയിലും അതുപോലെ SIR നടപ്പാക്കിയ ഉദ്യോഗസ്ഥരെ കീ പോസ്റ്റുകളിൽ വെക്കുന്നതിനെതിരെയും അതുപോലെ പാർട്ടിയെ വിഴിഞ്ഞം പോർട്ടിൽ നിങ്ങളുടെ നിലപാടുകളും എന്താണ് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അവർ പരിങ്ങല്ലാവേണ്ട ആവശ്യമുണ്ട്. ആരെ? കുഞ്ഞികൃഷ്ണൻ പരിങ്ങല്ലാവും, TK ഗോവിന്ദൻ പരിങ്ങല്ലാവും, യഥാർത്ഥത്തിൽ G സുധാകരൻ പരിങ്ങല്ലാവും. അത്തരത്തിലുള്ള ചോദ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇതൊരു പ്രചരണത്തിന് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ആ പ്രചരണത്തെ മറികടക്കാനുള്ള ഒരു പ്രചരണത്തിലേക്ക് CPM പോലും കടന്നില്ല, CPMൻ്റെ നേതാക്കൾ പോലും കടന്നിട്ടില്ല, ഇതുവരെയും അവർ കടന്നിട്ടില്ല എന്നുള്ളതും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഈ പ്രചരണങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്നതിലും അതിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതിലും പാർട്ടിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പമാണ്. ഈ പാർട്ടിയെ കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട് 35 സീറ്റുകളിലേക്ക് ഏറ്റവും ഒതുങ്ങുന്ന ഒരു പാർട്ടിയായി പിണറായി വിജയൻ്റെ ഇമേജ് ഇടിക്കുന്ന കാര്യങ്ങളിൽ നിലപാടെടുക്കാത്ത അല്ലെങ്കിൽ കൃത്യമായി ഡിഫെൻഡ് ചെയ്യാത്തൊരു പാർട്ടിയായി മാറിയതുകൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ഞാൻ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് വിട്ടേക്കൂ. ഈ ഒരൊറ്റ കാര്യത്തിൽ അവരുടെയൊക്കെ നിലപാടെന്താണ്? അതായത് കുഞ്ഞികൃഷ്ണൻ്റെ നിലപാടെന്താണ്? TK ഗോവിന്ദൻ്റെ നിലപാടെന്താണ്? G സുധാകരൻ്റെ നിലപാടെന്താണ്? ഒന്ന് പറയട്ടെ. ഈ അദാനി വിഷയത്തിൽ അവരുടെ നിലപാടെന്താണ്? PM ശ്രീയുടെ വിഷയത്തിൽ അവരുടെ നിലപാടെന്താണ്? എന്താണ് ബെക്കാഡിക്ക് ഈ പറയുന്ന പോലെ ടാക്സ് കുറച്ചു കൊടുത്തതിൽ അവരുടെ നിലപാടെന്താണ്? ആ നിലപാടുകൾ എന്താണ് എന്നുള്ളത് മാധ്യമങ്ങൾ ഇതേവരെ ചർച്ച ചെയ്യുന്നില്ല. അത്ഭുതകരമായ, വളരെ ഈ പറയുന്ന പോലെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ബാക്കിയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു ആയുധം കൊടുക്കുന്ന പണിയായിപ്പോയി MP ജയരാജൻ ചെയ്തിട്ടുള്ളത്. ഈ കെട്ടകാലത്ത് നമ്മുടെ വാക്കുകൾ എങ്ങനെയൊക്കെ വളച്ചൊടിക്കപ്പെടും എന്നുള്ളത് കൂടി വളരെ കൃത്യമായി ആലോചിച്ചുകൊണ്ട് വേണം യഥാർത്ഥത്തിൽ സംസാരിക്കാനും അഭിമുഖങ്ങൾ കൊടുക്കാനും. ടോപ്പിക്കുമായി ബന്ധപ്പെട്ടല്ല, നമ്മുടെ ചാനലിനെ കുറിച്ചൊരു കാര്യം പറയാനാണ്. നമ്മുടെ ചാനലിന് പുതിയൊരു ചാനൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താലേ നിങ്ങൾക്കത് കിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ മുഴുവൻ അർത്ഥമെന്ന് പറയുന്നത് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. അതെന്താണെന്നറിയാൻ ഈ ചാനലിൽ വീഡിയോ കേട്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത്.
ഇനി ഈ ചാനലിൽ നമ്മൾ വലിയ പോഡ്കാസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇൻ്റർവ്യൂകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെല്ലാം എടുക്കുന്നത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിനകത്ത് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ അതുപോലെ ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിലേക്കും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിൽ അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടോ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഗുണമുണ്ടാവില്ല, പക്ഷേ കേരളത്തിന് ഗുണമുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോകൾ മെമ്പർഷിപ്പ്സിന് വേണ്ടി മാത്രമായിട്ടുണ്ടാവില്ല, പക്ഷേ ഏതാനും ചില വീഡിയോകൾ നിങ്ങൾക്ക് നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അടുത്ത ചാനലിൽ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ഇട്ടിരുന്നു. രണ്ടാമത്തെ പോഡ്കാസ്റ്റാണ്. ആദ്യത്തെ പോഡ്കാസ്റ്റ് 20,000-ഓളം പേര് കണ്ടു, വളരെ സന്തോഷം. രണ്ടാമത്തെ പോഡ്കാസ്റ്റും ഇപ്പോൾ ഏതാണ്ട് 1,47,000-ഓളം പേർ കണ്ടിരിക്കുന്നു, അതും വളരെ സന്തോഷം. അപ്പോൾ അതിൽ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണണം. കാരണം എങ്ങനെയാണ് വി.ഡി. സതീശൻ അധികാരത്തിലേക്ക് എത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നൊരു കഥയാണിത്. പാർലമെൻ്ററി പാർട്ടിയിൽ ഒട്ടും ഭൂരിപക്ഷമില്ലാതിരുന്ന, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു പിന്തുണയും ഇല്ലാതിരുന്ന, ഹൈക്കമാൻഡിന് ഇഷ്ടമില്ലാതിരുന്ന വി.ഡി. സതീശനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചതാരാണ് എന്ന് ആദ്യമായി കേരളത്തോട് വിളിച്ചു പറയുന്നത് ഞാനാണ്. ആ വിളിച്ചു പറഞ്ഞതിൻ്റെ ക്രെഡിറ്റൊന്നും എനിക്കില്ലെങ്കിൽ പോലും ഏതാണ്ട് പറഞ്ഞതൊക്കെ ശരിയാകുന്ന സംഭവവികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാകും ആ പോഡ്കാസ്റ്റ് കണ്ടാൽ. അതുകൊണ്ട് അത് കാണാത്തവർ കാണാൻ മറക്കരുത്. കൂടാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. ഇനി അത് ചെയ്യാൻ കഴിയാത്തവരും വീഡിയോകൾ കണ്ടുകൊണ്ടും താഴെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമുള്ള വിഷയങ്ങൾ എഴുതിയിട്ടുകൊണ്ടുമൊക്കെ തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കാവുന്നതാണ്, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് മറന്നു പോകേണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.